അറിഞ്ഞോ? ഏത് പെൻഷൻ പദ്ധതി വേണമെന്ന് തീരുമാനിക്കാൻ ഇനി അധിക സമയമില്ല. അവസാന തീയതി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അതെ, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS അല്ലെങ്കിൽ UPS തിരഞ്ഞെടുക്കാനുള്ള സമയം സെപ്റ്റംബർ 30 വരെ ആക്കി. വിരമിക്കലിന് ശേഷം സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇതിന് മികച്ച ഒരു പരിഹാരമാണ്. ഏകീകൃത പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ UPS വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് ഒരു നിശ്ചിത പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. NPS ൽ നിന്ന് UPS മാറാൻ ആഗ്രഹിക്കുന്ന നിലവിലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർ സെപ്റ്റംബർ 30-നകം അത് ചെയ്യണമെന്ന് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ ചെയ്തില്ലെങ്കിൽ UPS തെരഞ്ഞെടുക്കാത്ത ജീവനക്കാർ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ തുടരും. അവർ NPS ൽ തുടരാൻ തീരുമാനിച്ചതായി കണക്കാക്കുമെന്നും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. യൂണിഫൈഡ് പെൻഷൻ സ്കീം ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. ഒറ്റത്തവണയായി ലബ്സം പേയ്മെന്റ്, അതായത് ഓരോ 6 മാസത്തെയും യോഗ്യതാ സേവനത്തിന് അവസാനമായി കൈപ്പറ്റിയ അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബത്തയുടെയും 10-1 തുക. മറ്റൊന്ന് പ്രതിമാസ ടോപ്പ് അപ്പ് തുക. അനുവദനീയമായ UPS പേ ഔട്ടും ക്ഷാമബത്തയും അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന തുകയിൽ നിന്ന് NPS കീഴിലുള്ള അന്വിറ്റി തുക കുറച്ചുള്ള തുകയാണത്. കുടിശ്ശികയ്ക്ക് പലിശ, അതായത് മുകളിൽ പറഞ്ഞ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിലെ കുടിശ്ശികയ്ക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നിരക്കുകൾ പ്രകാരമുള്ള സാധാരണ പലിശ. യൂണിഫൈഡ് പെൻഷൻ സ്കീം ആനുകൂല്യങ്ങൾ എങ്ങനെ ക്ലെയിം ചെയ്യാം? ഓഫ്ലൈൻ വഴിയാണെങ്കിൽ നേരിട്ട് അപേക്ഷിക്കാൻ വരിക്കാരൻ അല്ലെങ്കിൽ പങ്കാളി വിരമിച്ച സ്ഥലത്തെ അതത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർക്ക് പൂരിപ്പിച്ച ഫോം സമർപ്പിക്കണം. വരിക്കാർക്കുള്ള ഫോം ആണെങ്കിൽ B2 നിയമപരമായി വിവാഹിതയായ പങ്കാളികൾക്കുള്ള ഫോമുകൾ, B4 അല്ലെങ്കിൽ B6 ഈ ഫോമുകളിൽ ഉൾപ്പെടും. ഇനി താഴെ കാണുന്ന വെബ്സൈറ്റിൽ നിന്ന് ഇവയൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. ഇനി ഓൺലൈനായി അപേക്ഷിക്കാനാണെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. വെബ്സൈറ്റിൽ പ്രവേശിച്ച ഓൺലൈൻ ഫോം പൂരിപ്പിച്ച ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസറിന്റെ തുടർ നടപടികൾക്കായി ഓൺലൈൻ വഴി തന്നെ സമർപ്പിക്കാവുന്നതാണ്.